നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതിപ്പോ ഇത്തിരി പോന്ന കുഞ്ഞിനാണോ ഇവക്കാണോ ബോധം വീഴേണ്ടത്? ഡാ രോഹിത്തെ, വിഷമിക്കാവൊന്നുമില്ലടാ. ഭാമയ്ക്ക് അത്ര കാര്യമാ നമ്മുടെ പപ്പിമോളെ. അതാ അവൾ ശകാരത്തിൽ ഈ ദേഷ്യം ഒതുക്കിയതേ. പിന്നെ നിങ്ങൾ മക്കൾക്കറിയാത്തൊന്നും അല്ലല്ലോ അവളുടെ സ്വഭാവം. സത്യ, ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗാ. ഓർത്തോ നീ? ഗോ. മോളെ, അമ്മയൊന്നും പറയണ്ട. കുട്ടികള് കുട്ടികളായിരുന്നിട്ട് മുതിർന്നാ മതി. നിക്ക്. കുറ്റം അവളുടെയാണോ? പിന്നെ ഞാൻ പറഞ്ഞു അവളോട് പോലീസ് സ്റ്റേഷനിൽ പോവാൻ. നീ പറഞ്ഞില്ല. പക്ഷെ നിന്റെ പ്രവൃത്തികളാ അവളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. അമ്മ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല ശാലിനി. നിനക്കും അറിയാം, എനിക്കും അറിയാം ആ കുഞ്ഞിന്റെ ഭാഗത്തല്ല തെറ്റെന്ന്. സത്യയുടെ മുന്നിൽ വെച്ച് ഞാൻ കാര്യകാരണങ്ങൾ വിസ്തരിച്ചില്ലെന്നേ ഉള്ളൂ. എനിക്ക് മുന്നിൽ വെച്ച് നിനക്ക് നിന്റെ മകളെ വിചാരണ ചെയ്യാം. പക്ഷെ സത്യക്ക് മുന്നിൽ വെച്ച് എനിക്ക് എന്റെ മോളെ വിചാരണ ചെയ്യാനോ പ്രതികൂട്ടി കയറ്റാനോ കഴിയില്ല. തോറ്റുപോകുന്നത് നീ തന്നെ ആയിരിക്കും മോളെ. പപ്പിയുടെ ചേച്ചിയമ്മ അന്വേഷിച്ചാണല്ലോ സത്യ പോലീസ് സ്റ്റേഷനിൽ പോയതും രേഖാചിത്രം വരപ്പിച്ചതും ഒക്കെ. നിനക്ക് ചോദിക്കാം, പപ്പിയുടെ ചേച്ചിയമ്മ അന്വേഷിച്ചു പോകാൻ സത്യക്ക് എന്താ കാര്യമെന്ന്. മനസാക്ഷി ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ പറയും. അതല്ലെങ്കിൽ ശാലിനിയുടെ മകളായതുകൊണ്ട്. സ്വന്തം കുഞ്ഞിനെ ദാനം കൊടുത്ത ത്യാഗനിധിയാണല്ലോ സത്യയുടെ അമ്മ. നിന്നെ പോലെ മനസ്സും ഹൃദയമൊക്കെ ഉള്ളവര് തന്നെയാ മറ്റുള്ളവരും. വിഷ്ണു, സത്യം, പപ്പി എല്ലാരും. അവർക്ക് ശരിയെന്ന് തോന്നുന്നത് പോലെ അവരും പ്രവർത്തിച്ചെന്നിരിക്കും. അത് ചോദ്യം ചെയ്യാനും തിരുത്താനും നിനക്കെന്താടി അവകാശം? മോളെ, തെറ്റ് ചെയ്തത് സത്യോ പപ്പിയോ ഒന്നുമല്ല, പപ്പിയുടെ ചേച്ചിയമ്മ. പപ്പിയുടെ ചേച്ചിയമ്മയ്ക്ക് അവളുടെ വല്യച്ഛന് മുന്നിൽ സത്യങ്ങളെല്ലാം തുറന്നു പറയായിരുന്നു ശാലിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.